ആശാ വർക്കർമാർക്ക് ഏറ്റവും നല്ല രീതിയിൽ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അതിൽ LDF ഗവൺമെന്റ് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, നല്ല നടപടികളാണ് എടുത്തിട്ടുള്ളത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. കേന്ദ്ര സഹായം ലഭിക്കുകയാണെങ്കിൽ കേന്ദ്ര സഹായം ലഭിക്കണം. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. കേന്ദ്ര സഹായം നിലപാട് എന്തായിരിക്കും? കേന്ദ്ര സഹായം ലഭിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമല്ലോ. വെറും വാഗ്ദാനം കിട്ടുകയല്ല, അതുകൂടെ മനസ്സിലായില്ലേ? വരും. അല്ല, അവർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. അത് ശരിയല്ല എന്ന് പിന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ കണക്കുകൾ വ്യക്തമാക്കിയല്ലോ. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. അവര് സമരവുമായിട്ട് മുന്നോട്ട് പോകണല്ലോ, അപ്പൊ അങ്ങ് സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? സ്ത്രീപക്ഷ ചിന്താഗതി എന്ന് പറഞ്ഞ് അമർന്നിരിക്കുന്ന ഭരിക്കുന്ന ഈ ഭരണകൂടം തൊഴിലാളി വർഗത്തിന്റെ, അധ്വാനിക്കുന്നവരുടെ പേരിൽ സ്ഥാനാരോഹണം ചെയ്ത ഈ വർഗത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്താണിയും പിണറായി സർക്കാർ അടിച്ചു കഴിഞ്ഞു. എല്ലാം കള്ളന്മാരാ. എടാ, പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കാതെ പല പാർട്ടിയിലും ചേരടാ, രക്ഷപ്പെടാം. പിന്നെ ഈ പ്രസ്ഥാനത്തിന്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഞാനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രസ്ഥാനത്തിന് ഇനി ഒരു ഉയർത്തെണീപ്പുണ്ടാകും. പൊതുജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ കുറ്റിച്ചൂലെടുത്ത് അടിച്ചു വിടും. ഇതുപോലുള്ളവന്മാരെ അടികൊടുത്ത് പൊതുജനങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ കുറ്റിച്ചൂലെടുത്ത് അടിച്ചു വിടും. എന്ത് ധൈര്യത്തിലാണ് നിങ്ങളുടെ കയറി വന്നേ? പൊക്കണം. ഞാൻ പോവൂല. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ